ജാൻവി നമ്മൾ എവിടേക്കാ പോകുന്നത്? വേർ ആർ വി ഗോയിങ്? പ്ലേ ഗ്രൗണ്ട്. ഗോപിസ, ബോൾ പിറ്റ്. പിന്നെ എവിടെ പോണ്ടേ? ഹെയർ കട്ട് ചെയ്യണ്ടേ? ബോൾ പിറ്റ്. ഹായ് പറഞ്ഞു. അപ്പൊ ജോൺവിയും മമ്മിയും കൂടിയിട്ട് ഷോപ്പിങ്ങിന് പോണേ. എന്തിനു പോണേ? ഷോപ്പിംഗ്. മമ്മി ആൻഡ് ജാൻവിഷ് ഡേ ഔട്ട്. സ്ലൈഡ്. ജാൻവി സ്ലൈഡിൽ പോവും. ജാൻവി പിന്നെ അവിടെ പോവും. പിസ്സ കഴിക്കില്ലേ? പിസ്സ കഴിക്കില്ലേ? കഴിക്കും കേട്ടോ. കരയണ്ട കേട്ടോ, വിഷമിക്കണ്ടാവേ. എല്ലായിടത്തും കൊണ്ട് പോകാട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ടോയ്സ്. Then you just want the animal toys. Okay, Janvi going to get the animal toys. അപ്പോൾ ജാൻവിക്ക് ഇന്ന് ആനിമൽ ടോയ്സ് വേണം. കുറേ കാലം പറയുന്നത് വീട്ടിൽ ഒരുപാട് ആനിമൽ ടോയ്സ് ഉണ്ടെങ്കിൽ ജാൻവിക്ക് വീണ്ടും ആനിമൽ ടോയ്സ് വേണം. അല്ലേ? ഞാൻ ടോയ്സ് വാങ്ങിച്ചതാന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള ഭഗവാനെ നിർത്തിടിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ വീടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഓസോമലൈറ്റ്. ഞാൻ ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. ഓസോമലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പൊതുവേ വീടിനടുത്തുള്ള സലൂൺസൊന്നും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹെയർ കട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് ഗൂഗിളിൽ നോക്കി തപ്പിപ്പിടിച്ചൊരു സ്ഥലമാണ് ഇത്. ഞങ്ങളിവിടെ 3ാമത്തെ വട്ടമാണ് വരുന്നത്. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് അവൾ അറിയാതെ എത്തിയിട്ടുള്ളത്. അതിനു മുമ്പൊക്കെ ഞാനും അമ്മയൊക്കെ കൂടി മുറുക്കി പിടിച്ച് നിർത്തിയിട്ടൊക്കെയാണ് കൊടുക്കാറുള്ളത്. ഇവിടെ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്ഥലമാണ്. പിന്നെ അവരുടെ എന്താ പറയുക, ഒരു പാക്കേജ് ഉണ്ട്. ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. മെമ്പർഷിപ്പ് എടുത്ത 2000 റുപ്പീസാണ്. അതിനൊക്കെ ഒരുപാട് അവിടെ കുറച്ച് ചെറിയ പ്ലേ ഏരിയയിലുള്ള ആക്സസ്, അതേപോലെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ടും അങ്ങനെ നമ്മൾ നോർമലുള്ള ഫീ എന്ന് പറയുന്ന 500 റുപ്പിയാണ് കൊച്ചുങ്ങൾക്ക് ഹെയർ കട്ട് ചെയ്യാൻ. അപ്പം അതിൽ നിന്ന് കുറച്ച് ഡിസ്കൗണ്ടും ഒരു 100 റുപ്പി ഡിസ്കൗണ്ടും ഒക്കെ അവിടെ ഉണ്ടാവും. ഇതാണ് ഫുൾ സെറ്റപ്പ്. ഇപ്പോൾ ജാൻവി കരയാതിരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര റിലാക്സ്ഡായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്വയം വെട്ടിക്കൊടുത്തുള്ള കരച്ചിൽ കാരണം ഞാൻ തന്നെ വെട്ടിക്കൊടുത്തു. അങ്ങനെ കോളാക്കിയിട്ടിരിക്കുകയായിരുന്നു. എന്തായാലും വെക്കേഷനാണ്. അപ്പോൾ മുടി നന്നായിട്ട് ഷോർട്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവളതൊക്കെ പിടിച്ച് കളിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ വേഗം എളുപ്പമായി. പിന്നെ ആ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുടെ പേര് മെയിൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ പുള്ളിക്കാരെ ഇവളോട് കഥയൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ ചോദിച്ച് അങ്ങനെ ഇവരുടെ ഈ സ്റ്റാഫ് മാത്രമല്ല, മൊത്തത്തിൽ സ്റ്റാഫ് ഇവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഹലോ. അപ്പം അങ്ങനെ അവളുടെ ഹെയർ കട്ട് കഴിഞ്ഞ് നമ്മൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് വാങ്ങിച്ചെടുക്കാൻ ഷോപ്പിങ്ങിന് പോവാണ്. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവുകയാണ്. അവൾക്ക് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പോകാറുള്ളത് ഗ്ലോബൽ ബേബി സ്റ്റോറാണ്. കമ്മനഹള്ളിയിലുള്ള സ്ഥലമാണത്. അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടാവും കേട്ടോ ടോയ്സിൻ്റെയും. ഡ്രസ്സ് ഉണ്ടെങ്കിലും എനിക്കിഷ്ടം അവിടുത്തെ ടോയ് കളക്ഷനാണ്. ഏതാ വേണ്ടെന്ന് പറ. ഇതാണോ? ടൈഗറാണോ? ബേർഡാ? ദേ ജാൻവി പറഞ്ഞ സാധനം ജാൻവിക്ക് കിട്ടി. ദേ അത് ഇഷ്ടമായി. ബാസ്ക്കറ്റ് എടുത്തിട്ടോ പൊന്നോ. ദേ ആ കാർട്ടിക്ക് പോയിട്ടിട്ട് ഇങ്ങോട്ട് വാടി. അതിലേക്ക് കൊണ്ടിട്ട്. ഇത് സ്മോൾ ബേഡീസ് അല്ലേ, അവിടെ കൊണ്ടിട്ട് വാ. നീ നോക്കിയേ. വിൽ ഫൈൻഡ് ഫോർ ന്യൂ ടോയ്സ്. ഓക്കെ. ടോയ് ബോക്സിൽ ഇത് എത്ര നോക്കട്ടെ മമ്മി. വാ. What do you want? ഇതെടുത്തോ. Do you like this book? You want this? വാ. ജാൻവി നീ പൊന്നോ. സെക്ഷൻ കഴിഞ്ഞാ?
ഇനി എന്താണ് കുട്ടിക്ക്? ഇവിടെ വന്നേ ഒന്ന് വന്നേ. വാ ഇങ്ങോട്ട് വാ. അങ്ങനെ നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മെയിൻലാൻഡ് ചൈനയ്ക്ക് വന്നേക്കാണ്. ഇതിനിടയിൽ ഞാൻ വീട്ടിൽ പോയിട്ട്, ഇതിനടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട്. അപ്പം ഞാൻ ഗ്രോസറി ഷോപ്പിൽ നിന്ന് പോയി കുറച്ച് വെജിറ്റബിൾസും അവർക്കുള്ള ഡയപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും ഷൂട്ട് ചെയ്തില്ല എന്ന് മാത്രം. അത് വീട്ടിൽ വെച്ച് ലഞ്ചിന് വന്നേക്കാം. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് വിത്തൗട്ട് ഐസ് ഒരു ഓറഞ്ച് ജ്യൂസാണ്. എൻ്റെ മകൾക്ക് ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് വല്ലാത്ത ഇഷ്ടമില്ല കേട്ടോ. കാരണം അവൾ കുറേ കാലമായിട്ട് ഈ മെഡിസിന് പല മരുന്നുകളും ആ ഫ്ലേവർ ആയതുകൊണ്ട്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് ഫ്രൈഡ് റൈസും പിന്നെ സ്ട്രീറ്റ് ഫ്രൈഡ് ചിക്കനാണ്. സ്പൈസി എന്നാണ് പറഞ്ഞത്, പക്ഷെ ഒട്ടും സ്പൈസി അല്ലായിരുന്നു. പിന്നെ അവർ കിംച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് അത്ര അധികം ഇഷ്ടപ്പെട്ടില്ല, സ്വീറ്റായിരുന്നു. ഒരു വീട്ടിൽ പോയി ടോയ്സ് ഓപ്പൺ ചെയ്യാൻ കൂടിയുള്ള ഒരു സമാധാനം അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഓട്ടോയിൽ വെച്ച് തന്നെ ടോയ്സ് തുറന്ന് എനിക്ക് ടെൻഷൻ അഴിഞ്ഞതെങ്ങാനും പോയിട്ട് പിന്നെ അതന്നെ നെക്സ്റ്റ് കരച്ചിൽ ഓടുമ്പോൾ എനിക്ക് ടോയ്സ് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ ഒരുവിധം ആക്ച്വലി അവസാനിപ്പിച്ചാണ്. കാരണം ഉറക്കം വന്നിട്ട് ആണെന്ന് തോന്നുന്നു, ഭയങ്കര വാശിയൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വേഗം മഴക്കാറും കണ്ടപ്പോൾ ഞാൻ വേഗം വീട്ടിലേക്ക് വിട്ടു. ഇനി നെക്സ്റ്റ് നാളെ, ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് എനിക്ക് ഒഴിവുള്ളത്, സൺഡേ ഒഴിവുണ്ട്. സൺഡേ എന്തായാലും ഇന്ന് ഞങ്ങളൊരു അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാനായിരിക്കും. ബൈ. പിന്നെ ഈ പറഞ്ഞ ലൊക്കേഷൻസിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങളിവിടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് ഹെയർ കട്ട് ചെയ്യാനോ കുട്ടികൾക്ക് ഡ്രസ്സോ ടോയ്സ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ ഈ 2 സ്ഥലങ്ങൾക്ക് നമുക്ക് ധൈര്യമായിട്ട് പോകാനുള്ളതാണ്. Bye bye. See you next time.